بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. മന സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഞാനടക്കമുള്ള ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ വിധി വിലക്കുകൾ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിച്ച് അവൻ്റെ ദൂതരെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് അവരുടെ സുന്നത്തും ശരിയും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രോതാക്കളിൽ പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ടും ജീവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിച്ച് കാത്തുസൂക്ഷിച്ച്
ജീവിക്കുവാനും പാടുപെടുക. അതിനും റബ്ബ് സഹായിക്കട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങൾ ഓരോ ആഴ്ചകളിലൂടെ. ഫാമിലി ക്ലാസ് എന്ന പേരിൽ നാം നടത്തുന്ന ഈ ദർസ്, ഈ ക്ലാസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന സബ്ജക്റ്റ് അല്ലായിരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടുക. എല്ലാവർക്കും പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. ദീനി വിജ്ഞാനം പഠിക്കുമ്പോൾ, സ്ഥിരമായി ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മതഭക്തനായി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ബാധ്യത നിർവഹിച്ചുകൊണ്ട് ദഅവത്ത് മറ്റുള്ളവരിലേക്ക് വ്യാപകമാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആണാവട്ടെ പെണ്ണാവട്ടെ, നാം ഇവിടെ ചർച്ച ചെയ്യാറുള്ളതായ സബ്ജക്റ്റുകളെല്ലാം പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എത്ര തന്നെ നാം പരിശ്രമിച്ചാലും അള്ളാഹു മനുഷ്യരാശിക്കും അള്ളാഹു അവൻ്റെ സൃഷ്ടിക്കും നൽകിയ വിജ്ഞാനം അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ 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 ചുരുക്കമാണെന്ന് നാം പഠിച്ചു വന്നതാണ്. പരിപൂർണതയിലേക്ക് എത്തിയവരാരുമില്ല. വീഴ്ച മനുഷ്യ സഹജമാണ്. വീഴ്ച മനുഷ്യനിൽ സദാ നാം കണ്ടുകൊണ്ടേ ഇരിക്കുന്നതായ ഒരു ഭാഗമാണ്. വീഴ്ച നികറ്റുക എന്നതാണ് ബുദ്ധിജീവി ചെയ്യേണ്ടത്. അതിനാണ് ബുദ്ധിജീവി, സത്യവിശ്വാസി ഇങ്ങനെയുള്ള സദസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നതും അതിന് പാടുപെടുന്നതും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി, വീട് കെട്ടാൻ വേണ്ടി, മറ്റു സമ്പാദ്യങ്ങൾക്ക് വേണ്ടി പാടുപെടുന്നത് പോലെ, കഷ്ടപ്പെടുന്നത് പോലെ അല്ല, അതിനേക്കാളും കൂടുതൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടത്, പരിശ്രമിക്കേണ്ടത് നമ്മുടെ വിജ്ഞാനം വളരാനും, നമ്മുടെ ആത്മാവ് വളരാനും, നമ്മുടെ പരലോകമോക്ഷം നമുക്ക് നേടിയെടുക്കാനുള്ളതായ മാർഗം ലഭിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രാത്രി നടത്തുന്ന ക്ലാസ്സുകളിൽ പല കാലഘട്ടങ്ങളിലായി പഴയ മുഖങ്ങൾക്ക് പരിചയമുള്ളതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി പറഞ്ഞതായ കാലഘട്ടം വിട്ടുപോയിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. അപ്രകാരം ഖസസുൽ അംബിയ എന്ന പേരിൽ വർഷങ്ങൾ ചർച്ച നടന്നിട്ടുണ്ട്. വിധിവിലക്കുകൾ എന്ന പേരിൽ വർഷങ്ങൾ ചർച്ച നടന്നിട്ടുണ്ട്. എന്നാൽ ഏത് സമയത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ അടുത്ത കാലഘട്ടങ്ങളിലായി ഈ സദസ്സിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി നാം സെലക്ട് ചെയ്തത്. അൽ അഖായിദ് വൽ ഇബാദാത്ത് വൽ മുആമലാത്ത് വൽ അഖ്ലാഖ്. ഇത് അറബി ഭാഷയിൽ തന്നെ ചൊല്ലിപ്പഠിക്കുക. ഞാൻ അതിനാണ് എല്ലാ ആഴ്ചയിലും മടക്കി പറയുന്നത്. അൽ അഖായിദ് വൽ ഇബാദാത്ത് വൽ മുആമലാത്ത് വൽ അഖ്ലാഖ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചർച്ച? മറന്നോ? ഓർക്കുന്നില്ല. ശുദ്ധി. അത് എവിടുന്നാണ് ശുദ്ധി എന്ന വിഷയം? നാം എന്തിൻ്റെ ഫറആയിട്ടാണ് വന്നത്? മെയിൻ വിഷയം എന്താണ് നമ്മുടേത്? ഇബാദാത്ത്, ആരാധനകൾ. ആരാധനകളുടെ ഫറആയി, അതിൻ്റെ ഉപഭാഗമായിട്ടാണ് നാം എന്ത് ചർച്ച ചെയ്തത്? ശുദ്ധി എന്നത്, തഹാറത്ത് എന്നത്. അപ്പോൾ ഇബാദത്തിനോട് തൊട്ട് നിൽക്കുന്നതായ വിഷയം അൽ മുആമലാത്ത്, ഇടപാടുകൾ. ഇതാണ് തർത്തീബ് അനുസരിച്ച്, വഴി അനുസരിച്ചിട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഈ മുഖവര നൽകാൻ കാരണം
പലപ്പോഴും വിധി വിലക്കുകൾ പറയുമ്പോൾ കേൾക്കാൻ രസം കുറയും. രസമുണ്ടാവലല്ല ഇവിടെ വിഷയം. രസം കുറയുമ്പോൾ എനിക്ക് അതിൻ്റെ വീഴ്ച പെട്ടെന്ന് അനുഭവപ്പെടും, അല്ലെങ്കിൽ അതുകൊണ്ടുള്ളതായ തളർച്ച. എന്താണ്? പലർക്കും ക്ഷീണമുണ്ടാവും, പലർക്കും ഉറക്കമുണ്ടാകും. അതൊക്കെ സദാ പരിചയമുള്ളതാണ്. അതുകൊണ്ട് പണ്ട് തന്നെ ഇവൻ ഉപയോഗിക്കാറുള്ളതായ ശൈലിയാണ്. ഇടയ്ക്കിടെ എന്തു ചെയ്യും, ഇത് സ്ഥിരീകരിക്കപ്പെട്ടത് തന്നെയായ സംഭവങ്ങളോ ചരിത്രങ്ങളോ സഹാബാക്കളുടെ ഹിസ്റ്ററികളോ ഇതൊക്കെ ഇടയ്ക്കിടെ കൂട്ടിച്ചേർക്കാറുണ്ട്. അത് എല്ലായ്പ്പോഴും വിജയിച്ചോളണമെന്നില്ല, വിഷയത്തിൽ നിന്ന് വിട്ടുപോകും പലപ്പോഴും. അതുകൊണ്ട് ക്ഷമിച്ച് അല്പസമയം ഓരോരുത്തരും ഒരു മതവിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇരുന്ന് കേൾക്കേണ്ട സബ്ജക്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതായ അൽ മുആമലാത്ത് എന്ന തലക്കെട്ടിൻ്റെ കീഴിൽ ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്ന ചില ഭാഗങ്ങൾ. അറബി ഭാഷയിൽ അതിന് റിബ എന്നാണ് പറയുക. റിബ എന്താണത്? പലിശ. അതെ, പലിശ. നമുക്കറിയാവുന്നതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ ബാങ്ക് എന്ന സാധനമില്ല. പഴയ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ സമ്പത്തിനെ, കാശുകളെ എന്തു ചെയ്യും? സ്വയം സൂക്ഷിക്കും. സ്വയം വീട്ടിൽ നല്ല ഭദ്രതയുള്ള പെട്ടിയിലോ മറ്റോ സൂക്ഷിക്കും. പഴയ കാലഘട്ടങ്ങളിൽ അവരവരുടെ സമ്പത്തിനെ സൂക്ഷിക്കൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സമ്പത്തിനെ കട്ടുകഴിഞ്ഞാൽ കക്കപ്പെട്ട കള്ളന് അവൻ്റെ കൈവെട്ടൽ എപ്പോഴായിരിക്കണം? അവൻ കക്കുന്നത് ഹിർസ് മിസ്ലിലായിരിക്കണമെന്നാണ് ഫുഖഹാക്കളുടെ ഭാഷ. അഥവാ സുരക്ഷിതത്വം നൽകാൻ വേണ്ടി അതുപോലെയുള്ള സമ്പത്തിന് ഉപയോഗിക്കേണ്ടതായ ഖസനാവിൽ വെച്ചതിൻ്റെ ശേഷം അവിടുന്നാണ് കട്ടത് എങ്കിൽ എന്ത് വേണം? കൈവെട്ടണം. എന്നല്ലാതെ അവൻ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു പോയാൽ, അവൻ സുരക്ഷിതത്വം നൽകാതെയാണ് അവൻ്റെ സമ്പത്തിനെ വെച്ചതെങ്കിൽ അതിനെ ഒരാൾ കട്ടാൽ ആ കട്ടവൻ്റെ കൈ എന്ത് ചെയ്യാൻ പറ്റില്ല? വെട്ടാൻ പറ്റൂല. വേറെ ശിക്ഷാ നടപടികൾ. അവൻ കള്ളന്മാരുടെ ലിസ്റ്റിൽ പെട്ടത് കൊണ്ടാണ് കക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ അവൻ്റെ കൈ സംരക്ഷണം ഉള്ളതായ അല്ലെങ്കിൽ അമാനത്തുള്ള കൈയാണെങ്കിൽ അവൻ്റെ കൈ അങ്ങനെയുള്ള അന്യരുടെ കാശിലേക്ക് നീളുകയില്ല. അതങ്ങനെ അവനിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അവൻ സംരക്ഷണം നൽകപ്പെടേണ്ട അല്ലെങ്കിൽ അമാനത്ത് ഉള്ള അമീനാണെന്ന് പറയുന്ന ആ സിഫത്ത് അവൻ്റെ കൈക്കില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇസ്ലാമിൽ പഴയ കാലഘട്ടങ്ങളിൽ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ കട്ടവൻ്റെ കൈ വെട്ടണമെങ്കിൽ എത്രത്തോളം ഉമറുൽ ഖത്താബിനെ കുറിച്ച് എന്ത് പറയപ്പെട്ടു? അവരുടെ കാലഘട്ടത്തിൽ ഭക്ഷണക്ഷാമം വളരെ വ്യാപകമായൊരു കാലമുണ്ടായിരുന്നു അവരുടെ ഭരണകൂടത്തിൽ. ആ കാലഘട്ടത്തിൽ കട്ടവരുടെ കൈ മഹാനായ ഉമർ എന്ത് ചെയ്തിട്ടില്ല? വെട്ടിയിട്ടില്ല. കാരണം പലപ്പോഴും പട്ടിണിയുടെ കടുപ്പം കൊണ്ട്, ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യും? പലരിൽ നിന്നിട്ട് തെറ്റ് വന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെട്ടിയിട്ടില്ല എന്ന് കഥ കേൾക്കാറുണ്ട്. സഹിഹ് ഹദീസിൽ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. എങ്കിലും നമുക്കത് ഇസ്തിനാസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തിനു വേണ്ടി? കക്കുക എന്നത് എപ്പോഴേ പാടുള്ളൂ? നാം സുരക്ഷിതത്തോടു കൂടി സംരക്ഷണം നൽകിയതായ ഒരു സാധനത്തെ കക്കണം. അപ്പോഴേ എന്തുള്ളൂ? കട്ടുകഴിഞ്ഞാൽ വെട്ടലുള്ളൂ. അതിൻ്റെ അർത്ഥം കക്കൽ അനുവദനീയമെന്നല്ല. അതിൻ്റെ അർത്ഥം കക്കൽ അനുവദനീയം എന്നല്ല. പിന്നെയോ, ഒരു മനുഷ്യൻ കട്ടുകഴിഞ്ഞാൽ ആ കട്ടുകഴിഞ്ഞ വ്യക്തിയുടെ കൈ വെട്ടണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തി സുരക്ഷിതത്വം നൽകാൻ വേണ്ടി നാം ഉണ്ടാക്കുന്ന ഭദ്രതയുള്ള റൂമിൻ്റെ, വീട്ടിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കണം. അതിനെ കക്കണം. എന്നാലേ കൈവെട്ടാൻ പാടുള്ളൂ എന്നാണ്. അതെ, അങ്ങനെ പഴയ കാലഘട്ടങ്ങൾ വിട്ടുകടന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നാം കണ്ടതെന്താണ്? പഴയ കാലഘട്ടങ്ങളിൽ ഒന്നിരിക്കൽ സ്വയം സൂക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒദിയത്തായിട്ട്, അമാനത്തായിട്ട് നൽകുക. ഇതാ, ഞാൻ യാത്ര പോവാണ്, ഞാൻ ഹജ്ജിന് പോവാണ്, എൻ്റെ കൂടെ 10 ലക്ഷമുണ്ട്, ഈ 10 ലക്ഷം നിങ്ങളുടെ കൂടെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇതിൻ്റെ പേരെന്താണ്? ഒദിയ. ഒദിയ എന്ന് പറയും അറബി ഭാഷയിൽ, അല്ലെങ്കിൽ അമാനത്ത് എന്നും വേണമെങ്കിൽ പറയാം.
അങ്ങനെ ഒതിയത്തായിട്ട് അമാനത്തായിട്ട് വെക്കുക എന്നതാണ്. ഇത് പഴയ കാലഘട്ടത്തിലുണ്ടായതാണ്. കാലങ്ങൾ വിട്ട് കിടക്കുന്നു, എന്നിട്ട് കാശുകൾ വർദ്ധിക്കപ്പെടുന്നു, ലോകത്തിൽ പല രൂപത്തിലുള്ള സംസ്കാരങ്ങൾ വ്യാപകമാകുന്നു. റോമൻകാരുടെ ഭരണകൂടത്തിൻ്റെ കീഴിലുണ്ടായിരുന്നതായ നാടുകളിൽ അവരെല്ലാം അന്ന് ആ ഭാഗങ്ങളിലെല്ലാം ഇസ്ലാം വ്യാപകമാകുന്നതിന് മുമ്പ് വലിയ പേരും പെരുമയും എടുത്ത നാട്ടുകാരായതുകൊണ്ട് തന്നെ അവരുടെ കീഴിലുള്ള മുസ്ലിങ്ങളുടെ കീഴിലായി മാറാത്ത രാഷ്ട്രങ്ങളിൽ അവർ പിൻകാലഘട്ടങ്ങളിൽ സമ്പത്തുകളെ സൂക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ വേണ്ടിയെടുത്ത ഒരു രൂപമാണ് ബാങ്ക് ഇടപാടുകൾ. അത് അവരാണ് ആദ്യം തുടങ്ങി വെച്ചത്. മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ അത് കാണുന്നതല്ല, അവരുടെ ലിസ്റ്റിലാണ് നാം പരിശോധിച്ച് നോക്കിയാൽ അത് കാണുക. സഹോദര സഹോദരിമാരെ, എന്നാൽ ഈ ബാങ്ക് ഇടപാടിൽ ആദ്യമായിട്ട് തുടങ്ങി വെച്ചവർ ഇറ്റാലിയക്കാരാണ്. റോമയിൽ ഇറ്റാലിയ എന്ന് പറയുന്ന, ഇംഗ്ലീഷ് അങ്ങനെ പറയാം, ഇറ്റലി എന്ന് പറയുന്ന, ഇത്താലിയ എന്ന അറബിയിൽ പറയുന്ന ഇറ്റലിയിലാണ് ആദ്യത്തെ എന്തുണ്ടായത്, ബാങ്ക് ഉണ്ടായത്. പിന്നെ രണ്ടാമത്തെ ബാങ്ക് അതിനുശേഷം ഹോളണ്ടിലുണ്ടായി. ഇങ്ങനെ പിന്നെ ബാങ്കുകൾ അവരുടെ നാടുകളിൽ ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ല, അവരുടെ നാടുകളിൽ വ്യാപകമായി. പിന്നെയാണ് ആ സിസ്റ്റമോടുകൂടിയല്ല, പക്ഷേ ബാങ്ക് എന്ന പേരിൽ ഈജിപ്തിൽ ആരംഭിച്ചു. പക്ഷേ ഇറ്റലിയിലാവട്ടെ ഹോളണ്ടിലാവട്ടെ അവർ ബാങ്ക് ഇടപാട് രൂപത്തിലൂടെ കാശുകളെ സംരക്ഷിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ തുടങ്ങിയ ശൈലി തന്നെ പലിശയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒതിഅത്തല്ല, അല്ലെങ്കിൽ ഖർളല്ല അഥവാ കടമല്ല, അല്ലെങ്കിൽ സൂക്ഷിപ്പ് സ്വത്തായി വെക്കലല്ല. പിന്നെയോ നീ കാശ് ഒരു ബാങ്കിൽ നീ ബാങ്കിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏൽപ്പിച്ചതായ ആ കാശിന് നിനക്കെന്ത് കിട്ടും? പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാരണത്താൽ തന്നെ വലിയ വലിയ സമ്പത്തുള്ളവരെല്ലാം അവരുടെ സമ്പത്തിനെയെല്ലാം ബാങ്കിൽ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് അവർ ജീവിക്കുന്നത് എന്തിലൂടെയാണ്? പലിശയിലൂടെയായി മാറി. അപ്രകാരം തന്നെ അത് കഴിവുള്ളവരുടെ സ്ഥിതിയാണ്. കഴിവില്ലാത്തവരാകുമ്പോൾ അവർ ആ ബാങ്കിൽ നിന്നിട്ട് കടം വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ എന്ത് വേണ്ടി വരുന്നു? അങ്ങോട്ട് പലിശ കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സമ്പ്രദായം തുടങ്ങി വെച്ചു അവർ. അതിൽ ജൂതന്മാരുണ്ട്, അതിൽ ക്രിസ്ത്യാനികളുണ്ട്. അത് പിന്നെ അറബ് രാഷ്ട്രങ്ങളിലേക്കും എന്തായി? വ്യാപകമായി. അങ്ങനെയാണ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിൽ. സഹോദര സഹോദരിമാരെ, ഇറ്റലിയിൽ 1157 വർഷം ഇത് ഇവിടെ അവരുടെ നാട്ടിൽ അവരുടെ ബാങ്കിലായതുകൊണ്ട് അവരുടെ തീയതി പറയുന്നു, ഇത് നമ്മുടെ തീയതിയല്ല. 1157 ആദ്യമായിട്ട് ക്രിസ്താബ്ദ വർഷം അറിയാലോ, നമ്മുടെ വർഷമല്ല, അവരുടെ വർഷം 1157 ഇറ്റലിയിൽ ആദ്യമായിട്ട് ബാങ്ക് ആരംഭിച്ചത്. പിന്നെ ഹോളണ്ടിൽ 1587 അത് പിന്നെ അറബ് രാഷ്ട്രത്തിലേക്ക് ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ 1898 ഈജിപ്തിലേക്ക് എത്തിയത്. ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ ശൈലികൾ ഇവിടെയും തുടങ്ങാൻ ആരംഭിച്ചു എന്നതാണ്. അതാണ് അപകടം. എന്തുകൊണ്ട്? ആ കാലഘട്ടമാകുമ്പോൾ അവർ വന്ന് കയറിക്കൂടാൻ ആരംഭിച്ചിരുന്നു. എവിടേക്ക്? അറബ് രാഷ്ട്രത്തിലേക്ക്. ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമെല്ലാം അറബ് രാഷ്ട്രത്തിൽ വരാൻ പല കാരണത്താൽ, പല ആവശ്യാർത്ഥം, അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഇടപാട് നടത്താൻ വേണ്ടി എന്ത് ചെയ്തു? അതേ രൂപത്തിലുള്ളതായ ശൈലി മുസ്ലിങ്ങളും അവരിൽ അറിവില്ലാത്തവരും അനിസ്ലാമിക ചിന്താഗതിയിലൂടെ സമ്പത്ത് സംരക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രത്തിലേക്ക് അത് എത്തിയത് എന്നാണ്. സഹോദര സഹോദരിമാരെ, എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പകരം പല മാർഗങ്ങൾ കൈക്കൊള്ളാമായിരുന്നേനെ.
അത് കൈകൊണ്ടതായ കാലഘട്ടങ്ങൾ വിട്ടുകടന്നിട്ടുണ്ട് കേൾക്കാൻ പോകുന്നത് പോലെ. അത് കൈകൊള്ളുന്നവർ ഇന്നുമുണ്ട് ലോകത്തിൽ പലയിടങ്ങളിലും നിങ്ങൾക്കറിയാവുന്നത് പോലെ. പക്ഷേ പലപ്പോഴും ശേഷികെട്ട ഈമാനിൻ്റെ ഉടമകൾ പല കാരണം പറയും. ലോൺ എടുക്കാതെ എങ്ങനെ ബസ് വാങ്ങും? ആരോടോ നിന്നോട് ബസ് വാങ്ങാൻ പറഞ്ഞാൽ നിനക്ക് ഹലാലായ വേറെ മാർഗ്ഗമില്ലേ? നിനക്ക് ബസ് വാങ്ങിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. നിനക്ക് ഹലാലായ കാശിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം അതുകൊണ്ട് നീ പ്രീതിപ്പെടുക. അതിലൂടെ നിനക്ക് അള്ളാഹു ബർക്കത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സാധനം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിച്ച സാധനം നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലേ, അതിലൂടെയല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നത് നോക്കാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. നീ അബ്ദുൻ മഅമൂർ, കൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസനാണ്, ദാസിയാണ്. നിന്നോട് അള്ളാഹു കൽപ്പിച്ചത് നീ പലിശ തിന്നരുത്, നീ പലിശ കൊടുക്കരുത്, നീ പലിശ വാങ്ങരുത്, നീ പലിശ തീറ്റിപ്പിക്കരുത്. ആക്കിലുർ റിബാ വ മുക്കിലുഹു വ കാതിബുഹു, വേറെ റിപ്പോർട്ടിൽ കാതിബൈഹി വ ഷാഹിദു ഷാഹിദൈഹി ഫിന്നാർ, നരകത്തിലാണ്. പലിശ തിന്നാളും തിന്നിപ്പിക്കുന്ന ആളും. പലിശ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഞങ്ങളുടെ ഭാഗത്ത് അതിന് ബഡ്ഡി എന്ന് പറയും. ഏത് ഭാഗത്ത്? വടക്കൻ ഭാഗത്ത്. തെക്ക് ഭാഗത്ത് പലിശ എന്നും പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പലിശ എന്ന് പറയുന്ന സാധനം തിന്നുന്ന ആളും തിന്നിപ്പിക്കുന്ന ആളും അതിന് സാക്ഷി നിൽക്കുന്ന ആളും അത് എഴുതുന്ന ആളും എല്ലാവരും എവിടെ പോകേണ്ടി വരും? റസൂൽ എഴുതുന്ന ആളെന്ന് പ്രത്യേകം പറയാൻ കാരണം പലിശ ബാങ്കിൽ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾക്കിവിടെ തോന്നുകയാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് പലിശ ബാങ്കില്ലല്ലോ. പലിശ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പലിശ ബാങ്കില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയിലൂടെ കിട്ടുന്ന വിവരമാണിത്. ഇത് വഹയിലൂടെ ആകുമ്പോൾ അള്ളയാണ് കൽപ്പിക്കുന്നത്. പലിശ ബാങ്കുമായി ഇടപാട് നടത്തുമ്പോൾ അവിടെ എഴുതേണ്ടതുണ്ട്, അവിടെ സാക്ഷിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എഴുത്ത് വരും. അഥവാ പലിശ ബാങ്കിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എഴുത്ത്. ഇപ്പോൾ കമ്പ്യൂട്ടറാണെങ്കിലും അല്ലേ, കമ്പ്യൂട്ടറാണെങ്കിലും എഴുത്തിലിട്ട് സുരക്ഷിതത്വം നേടാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ യുഗം ഇതുവരെ. അതെ, അപ്പോൾ ഈ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളും സർവ പ്രവർത്തനങ്ങളും എന്താണ്? നരകത്തിലേക്ക് ചെന്ന് ചേർക്കുന്നതാണ്. ഞാനിവിടെ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചിട്ട് അറഫയിൽ അവസാനം പ്രസംഗിച്ച പ്രസംഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് അല്ലേ, ഓർക്കുന്നുണ്ടല്ലോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, അടുത്ത് പറഞ്ഞില്ലേ ഇതേ ക്ലാസ്സിൽ? കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമയ്യ മൗദൂ'. ജാഹിലിയ കാലഘട്ടത്തിൽ, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്തെല്ലാം വടക്ക് അനാചാരങ്ങൾ ഈ നാട്ടിലുണ്ടോ, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ, അത് മുഴുവനും എൻ്റെ കാലിൻ്റെ താഴ്വരയിലേക്ക് ഞാൻ ഒതുക്കി അമർത്തി അത് നാമാവശേഷപ്പെടുത്തിയിരിക്കുകയാണ്. മൗദൂ' ഒരിബൽ ജാഹിലി, നോക്കൂ ആദ്യം പറയുന്നത് അത് പറഞ്ഞപ്പോൾ ഒരിബൽ ജാഹിലിയ്യത്തി മൗദൂ', ജാഹിലിയ കാലഘട്ടത്തിലുള്ള റിബ അതാ പലിശ, വഡ്ഡി നമ്മൾ പറഞ്ഞല്ലോ ആ സാധനം മൗദൂ'. ഇവിടെ ക്യാൻസലാണ്. ഇവിടെ ഞാൻ താഴെ വെച്ച് അതിനെ ഒതുക്കി അമർത്തിയിരിക്കുകയാണ്. അതിവിടെ എന്തല്ല, പ്രയോജനമല്ല, ഉപയോഗപ്രദമല്ല, നടപ്പാക്കാൻ പാടുള്ളതല്ല, ചെയ്യാൻ പാടുള്ളതല്ല, പലിശ വാങ്ങാൻ പാടുള്ളതല്ല, പലിശ കൊടുക്കാൻ പാടുള്ളതല്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് ആരംഭിക്കുന്നു. ആരെങ്കിലും എൻ്റെ കുടുംബക്കാർക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് മടക്കി കിട്ടും. ആരോടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങലോ കൊടുക്കലോ ആ സമ്പ്രദായം വേണ്ട എന്ന് അള്ളാഹ് പറയുന്ന പലിശ ഹറാമി എന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൽ ആദ്യം നടപ്പാക്കുന്നു. പറയും പോലെ ഏത് തെറ്റാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ, ഏത് നന്മയാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ അത് നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് നാം മറ്റുള്ളവരോട് ആവശ്യപ്പെടുമ്പോഴും നാം ആദ്യം നടപ്പാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് റസൂൽ അവിടെ പഠിപ്പിക്കുന്ന. അതാണ് ഏത് പലിശ ഞാനിതാണ് പാടില്ല എന്നത് എൻ്റെ കുടുംബത്തിൽ നടപ്പാക്കുന്നു, എൻ്റെ കുടുംബത്തിലൂടെ ഞാൻ ആരംഭിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതാണ് നാം ചർച്ച ചെയ്യുന്നതായ വിഷയം, അഥവാ പലിശ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്ക് അവരുടെ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അനുവദിച്ചതായ ശൈലിയിൽപ്പെട്ട ഒരു ശൈലിയാണ് നാം നമ്മുടെ സമ്പത്തിനെ
നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുക, സംരക്ഷിക്കാൻ സാധിക്കുന്നവരിലേക്ക് ഏൽപ്പിക്കുക. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മറ്റുള്ള ആൾ ഏറ്റെടുക്കുകയും ചെയ്താൽ ഒരു മുഅ്മിനിന്റെ സമ്പത്തിനെ, കാശിനെ നാം വാങ്ങിയിട്ട് അതിനെ ഞാൻ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, എത്രത്തോളം ഒരാൾ വദിഅത്ത് നൽകിയാൽ അയാൾക്ക് അയാളിൽ നിന്നിട്ട് ലമാൻ എടുക്കപ്പെട്ടു എന്നാണ്. മലയാളത്തിൽ പറയാം, നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മറ്റാളിലേക്ക് അമാനത്തായിട്ട് വദിഅത്തായിട്ട് 1,00,000 റിയാൽ നൽകി, ഇത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. അവൻ്റെ വീട് തീ പിടിച്ചിട്ടോ മറ്റോ വീട്ടിൽ വെച്ചിട്ട് അവൻ്റെ 1,00,000 നഷ്ടപ്പെട്ടു. എന്നാൽ അവന് എന്ത് വേണ്ടതില്ല, മറ്റാൾക്ക് മടക്കി കൊടുക്കേണ്ടതില്ല. അവൻ്റെ വീഴ്ചയിലല്ല, അവൻ കരുതിക്കൂട്ടി അവൻ്റെ വീഴ്ച കാരണത്താലാണ്, അവൻ്റെ അശ്രദ്ധ കാരണത്താലാണ് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ മടക്കി കൊടുക്കണം. എന്നല്ലാതെ ഒരു പൊതു അപകടം വന്നു, വെള്ളപ്പൊക്കം വന്നതോടുകൂടി അവൻ്റെ സമ്പത്ത് നശിച്ചു, അവൻ്റെ അടുക്കൽ മറ്റാൾ അമാനത്തായി ഏൽപ്പിച്ചതും നശിച്ചു. അവൻ ഉത്തരവാദിയാണോ? ഇല്ല. അതേസമയത്ത് അവൻ ഒരാൾ കടം വാങ്ങിയിട്ടുണ്ട്, അവൻ ഒരാളിൽ നിന്നിട്ട് കടം വാങ്ങിയിട്ടുണ്ട് 10,00,000. അവൻ്റെ വീട് കരിഞ്ഞു പോയി, എൻ്റെ വീട് കരിഞ്ഞു പോയി, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് കടം വാങ്ങിയതാണ്. കടം എന്ത് വേണം? കൊടുക്കണം. മനസ്സിലായില്ലേ? ചേഞ്ച് മനസ്സിലായില്ലേ? അപ്പോൾ വദിഅത്ത് എന്തിനു വേണ്ടി അള്ളാഹു അനുവദിക്കുന്നു? റസൂൽ പ്രേരണ നൽകുന്നു, ഇസ്ലാം പ്രേരണ നൽകുന്നു. മറ്റുള്ളവരുടെ സമ്പത്തിനെ, കാശിനെ കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും പ്രേരണ നൽകുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാം കടം കൊടുക്കാൻ പ്രേരണ നൽകുന്നു. കടം കൊടുക്കാൻ. അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് എന്ത് വേണം? മൻ ഫറജ അൻ മുഅ്മിനിൻ അല്ലെങ്കിൽ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ ഫറജല്ലാഹു അൻഹു. അവനെ തൊട്ട് വല്ലൊരു വ്യക്തിയും ഒരു മുസ്ലിമിനുണ്ടാകുന്നതായ പ്രയാസത്തെ മാറ്റിയാൽ, അദ്ദേഹം വലിയ പ്രയാസത്തിലാണ്, അദ്ദേഹം കടത്തിൽ തൊലയുകയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ കാശില്ല, നിൻ്റെ കൂടെ കാശുണ്ട്, എന്നാൽ നീ എന്ത് ചെയ്യുക? അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ കടം കൊടുക്കുക, അവനെ ആ പ്രയാസത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രയാസം മാറ്റുമ്പോൾ ഇവൻ്റെ പ്രയാസം ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറുബാതി യൗമിൽ ഖിയാമ. പ്രയാസങ്ങൾ, പരലോകത്തിലുള്ള പ്രയാസങ്ങൾ എന്നിട്ട് വലിയ പ്രയാസങ്ങളെ നീ മറ്റുള്ള ആളെ സഹായിച്ചതിന് പകരം അള്ളാഹു എന്ത് ചെയ്യും? നീക്കിവെക്കും. അവിടെയാണ് വലിയ പ്രയാസം. അവിടെ ഒരു ഹസനത്ത് കിട്ടി രക്ഷപ്പെടാൻ വേണ്ടി ഓടി നടക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാവാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ എല്ലാവരും അങ്ങുമിങ്ങും ഓടുന്ന ലോകമാണല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. ഓരോരുത്തരും അവൻ്റെ സുഹൃത്തിനെ തൊട്ടോടും, ഉമ്മയെ തൊട്ടോടും, വാപ്പയെ തൊട്ടോടും. അങ്ങുമിങ്ങും ആർക്കും ആരെക്കുറിച്ച് ചിന്തിക്കാനുള്ള ലികുല്ലി ഇംറിഇൻ മിൻഹും, ഓരോരുത്തർക്കും ചിന്തിക്കാൻ മാത്രമുള്ള ഭാരിച്ച വൈറ്റുള്ള ആ ചുമതല അവൻ്റെ തലപ്പത്തുണ്ട്. എന്താണത്? നഫ്സി നഫ്സി നഫ്സി. എങ്ങനെ രക്ഷപ്പെടും ഈ നരകത്തിൽ നിന്നിട്ട്, എങ്ങനെ രക്ഷപ്പെടും ഈ മഹ്ശറയിൽ നിന്നിട്ട്? അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ നിനക്ക് ഫലം കിട്ടും. നീ ഒരു മുസ്ലിമിന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം നീക്കാൻ വേണ്ടി അള്ളാഹ് ആ പ്രയാസം നിനക്ക് മാറ്റിത്തരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അതെ, കടം കൊടുക്കാനുള്ള ആ പ്രേരണ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതായ ഫൈൻ അമിന ബഅദുകും ബഅദൻ ഫൽയുഅദ്ദില്ലദി ഉത്മിന അമാനത വല്ലത്തഖില്ലാഹ റബ്ബാ. നിങ്ങൾ അങ്ങുമിങ്ങും ആ കടം കൊടുക്കുമ്പോൾ അള്ളാഹു ഖുർആനിൽ ഏറ്റവും നീണ്ട ഖുർആൻ മനപ്പാടമിട്ടവരോട് ചോദിച്ചു നോക്കുക, ഏറ്റവും നീണ്ട ആയത്ത് ഏതാണ് ഖുർആനിൽ? സൂറത്തുൽ ബഖറയിലുള്ള ആയത്തു ദൈൻ, കടത്തിൻ്റെ ആയത്താണ്. എന്തുകൊണ്ട്? ആ കടം കൊടുത്ത് ഒരു മുസ്ലിമിനെ സംരക്ഷിക്കുക എന്നത് പലിശയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ വളരെ പ്രയോജനമായൊരു ശൈലിയാണ്. അതുകൊണ്ട് പലിശ പറഞ്ഞ ഉടനെ അതിനിടക്കല്ല പറയുന്നുണ്ട്. പലിശ പറഞ്ഞു, എന്നിട്ട് കടം പറഞ്ഞു, അതിനിടക്ക് ഒരു ബോംബിടും പോലൊരു സാധനം ഞാൻ കഴിഞ്ഞ ആഴ്ച കൽപ്പിച്ചു. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവസാനത്തെ ആയത്താണെന്ന് പറയുന്ന ആയത്ത്. അള്ളാഹു പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം
നിങ്ങൾ ഓർത്തുകൊണ്ട് ജീവിക്കണം. ثم توفى كل نفس ما كسبت وهم لا يظلمون. എല്ലാവർക്കും അവൻ ചെയ്തതായ പ്രവർത്തനത്തിന്റെ നന്മ അല്ലെങ്കിൽ തിന്മ പരലോകത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ജിബ്രീലിലൂടെ മദീനയിലൂടെ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കിക്കൊടുത്ത ആയത്താണ് നിങ്ങൾ ഈ കേട്ടത്. ആയത്തുമായിട്ട് ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായ പ്രകാരം ആയത്തുമായിട്ട് വഹിയുമായിട്ട് ഇതിനു ശേഷം ജിബ്രീൽ ഇറങ്ങിയിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? ആയത്തുമായി ഇറങ്ങിയിട്ടില്ല, പുതിയ നിയമമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇതാണ് അവസാനം പറഞ്ഞത്. എന്ത്? നിങ്ങൾ എന്നിലേക്ക് വരുന്ന ദിവസത്തെ ഓർത്ത് ജീവിക്കണം എന്ന്. എൻ്റെ അടുക്കൽ വരുന്ന ദിവസം ഉണ്ട്, ആ ദിവസത്തെ ഓർത്ത് ജീവിക്കണം. ഇതിൻ്റെ മുമ്പ് പറഞ്ഞതാണ് എന്ത്? ലാ തഅകുലു റിബ, പലിശ തന്നാൻ പാടില്ല. പലിശ നിന്ന് ഇന്നല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സ് ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. മുഅ്മിനീങ്ങളോട് പറയുന്നു, സത്യവിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ പലിശ തന്നരുത്. എന്തുകൊണ്ട്? ഇന്നല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന ആൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലാ യഖൂമൂന, അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നതല്ല. മുഫസ്സിറുകളൊക്കെ പറയുന്ന രസം കേട്ടാൽ നമുക്ക് പേടി വരും. ഫറോവമാരും ഖാറൂനും ഹാറൂൻ ഒക്കെ നടക്കുന്നതായ ആ ഇത് പാലമാക്കിയിട്ട് പലിശ തിന്നവരുടെ പള്ള അത് പി ആയി അവിടെ നിൽക്കുന്നതാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റൂല. കാരണം ഹറാമ് തിന്നത് കൊണ്ട് വൈറ്റ് കൂടുതലാണ് പള്ളയേക്ക്. അതുകൊണ്ട് ലാ യഖൂമൂന, അവർ എണീറ്റ് നിൽക്കുമ്പോൾ വീഴും. അതിന് അള്ളാഹ് ഉദാഹരണപ്പെടുത്തുകയാണ്. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പിശാചിൻ്റെ അടി കൊണ്ട് നിലം പതിച്ച വ്യക്തി എണീറ്റ് നിൽക്കാൻ വിചാരിക്കുമ്പോൾ പിന്നെയും വീഴും, എണീറ്റ് നിൽക്കാൻ വിചാരിക്കും പിന്നെയും വീഴും. അപ്പോൾ പിശാചിൻ്റെ അടി കൊള്ളലുണ്ട്, പിശാചിന് അടി കൊണ്ടാൽ വീഴലുണ്ട്, വീണാൽ പ്രയാസം തട്ടലുണ്ട്. അതൊക്കെ ഖുർആൻ പറയുന്ന കാര്യമാണ്. അത് നിഷേധിക്കുന്നവർ ഇന്നത്തെ ലോകത്തിലുണ്ട്. മുസ്ലിങ്ങളുടെ ലിസ്റ്റിലാണ് അവരുടെ പേരുള്ളത്. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഇബ്ലീസെ, പിശാച് അടിച്ചാൽ ആ അടി കൊണ്ട് താഴെ വീണാൽ എങ്ങനെയാണ് എണീറ്റ് നിൽക്കുമ്പോൾ വീണു പോകുന്നത്, അതുപോലെ അള്ളാഹ് പറയുന്നു, പലിശ തിന്നാൾ അഥവാ വട്ടി തിന്നാൾ, പലിശ തിന്നാൾ അവർ പരലോകത്തിൽ എണീറ്റ് നിൽക്കാൻ പറ്റൂല. എണീറ്റ് നിൽക്കുമ്പോഴെല്ലാം വീഴ്ന്നു പോകും. ദാലിക, എന്തുകൊണ്ട്? അതിന് കാരണം ഖാലു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ, എന്താ പലിശയൊക്കെ നടത്തിയാൽ അത് ബിസിനസ് പോലെയല്ലേ എന്നല്ല പറഞ്ഞത്. നോക്കൂ, അവരുടെ മക്ക കാഫിരീങ്ങളുടെ ആ കീക്കാന്തൂക്കായി സംസാരിക്കുന്ന ശൈലി. ഇന്നമൽ ബൈഉ, കച്ചവടം, മിസ്ലുർ റിബ, പലിശ പോലെ തന്നെയാണ്. പലിശ കച്ചവടം പോലെ എന്നല്ല, കച്ചവടം പലിശ പോലെ തന്നെയാണ്. അള്ളാഹ് പറയാണ്, എങ്ങനെ അങ്ങനെ സംഭവിക്കും? അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അള്ളാഹ് ഹലാലാക്കിയതാണ്. വഹറമ റിബ, പലിശ അള്ളാഹ് ഹറാമാക്കിയതാണ്. എങ്ങനെ ഹറാമും ഹലാൽ ഒരുപോലെയാവുക വിഡ്ഢികളെ മക്കാരോട്? മനസ്സിലായില്ലേ? അതിപ്പം പറയുന്ന കാര്യമാണ്. എന്താ അതും ബിസിനസ്, ഇതും ബിസിനസ്, അതും ബിസിനസ്, ഇതും ബിസിനസ് എന്ന് പറയുന്നത് കേൾക്കാം. അല്ല, ഒരിക്കലുമല്ല. അപ്പോൾ നാം എന്ത് പഠിച്ചു? കടം കൊടുക്കുക എന്ന് പറയുന്നത്, അള്ളാഹു പറയുന്നു ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഒരാൾ മറ്റാളെ രക്ഷിക്കുക കടത്തിലൂടെ എന്നത് നാം കേട്ടു ഹദീസിലൂടെ. എത്രത്തോളം ഒരാൾ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കടം വാങ്ങിയതെങ്കിൽ അവൻ്റെ കടത്തെ അള്ളാഹു വീട്ടുന്നതാണ്. അതിനുള്ള പരിശ്രമം അവൻ നടത്തണ്ട എന്ന അർത്ഥത്തിലേക്കല്ല, പരിശ്രമം നടത്തണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുകയും ചെയ്യും. ഇനി കൊടുക്കണ്ട എന്ന ഉദ്ദേശത്തിലാണെങ്കിലോ അവൻ അതിൻ്റെ പ്രതികാരം ഭൂമിയിൽ തന്നെ ഏൽക്കേണ്ടി വരും. അവൻ്റെ കാശ് കൊണ്ട് മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന, മർദ്ദിക്കുന്ന, കാശ് വാങ്ങി കടം വാങ്ങി എന്നിട്ട് മുമാത്തല നടത്തി. മതലുൽ ഗനിയ്യ് ദുൽം, കഴിവുള്ളവൻ മുമാത്തല നടത്തൽ. കഴിവുള്ളവൻ മുമാത്തല എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നിന്റെ കാശ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു അവസരത്തെ സഹായിച്ചു, എന്നിട്ട് ആ സാധു നിന്റെ അടുക്കലേക്ക് 100 പ്രാവശ്യം വന്നാലും പറയുന്നതൊക്കെ ഇപ്പോൾ പോടാം, ഇപ്പോൾ ഇല്ല എൻ്റെ അടുക്കൽ, പിന്നെ പാടോ. അവനാര്? ഇവനാണ് അവനെ പണ്ട് സഹായിച്ചത്. ഇവൻ്റെ കാശിലൂടെയാണ് അവൻ കെട്ടിടം കെട്ടിയത്. എന്നിട്ട് ഇവൻ അവൻ്റെ കാശ് ചോദിക്കാൻ വരുമ്പോൾ ഇല്ല, പിന്നെ വാ. അങ്ങനെ മടക്കിയാക്കുന്നതിൻ്റെ പേരാണ് എന്ത്? മതലുൽ ഗനി
ആ കഴിവുള്ളതോടുകൂടിയാണ് ആ വാങ്ങിയ കാശ് കൊടുക്കാതെ മറ്റാളെ മത്തൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സ്വീപ്പാക്കൽ എന്ന് പറയില്ലേ? സ്വീപ്പാക്ക, ആവശ്യമില്ലാതെ വെറുതെ ദ്രോഹിക്കുക, അത് പരാക്രമമാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അക്രമത്തിൽ അക്രമമാണ്. എന്ത്? കാശുള്ളതോടുകൂടി നീ വാങ്ങിയ കാശ് കൊടുക്കാതെ അവധിയായിട്ടുണ്ട് എന്നാലും കൊടുക്കൂല, വെറുതെ ദ്രോഹിക്കൂ. അങ്ങനെ ഒരാൾ കാശ് മറ്റാളോട് കടം വാങ്ങുന്നതിനെ അള്ളാഹു പ്രേരിപ്പിക്കുന്നു, കടം കൊടുക്കുന്നതിനെയും കടം വാങ്ങൽ നിർബന്ധമാണെങ്കിൽ അതിന് പകരം ബാങ്കിലേക്ക് പോകേണ്ടതല്ല, മറിച്ച് കഴിവുള്ളവരോട് വാങ്ങുക കടം. അത് ഇസ്ലാം അനുവദിച്ച ശൈലിയാണ്. കൊടുക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങണമെന്ന നിബന്ധനയുണ്ട്. കൊടുക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങണം. കടം വാങ്ങുമ്പോൾ കൊടുക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങിയാൽ അതിലല്ലാഹ് തൗഫീക്ക് ചെയ്യും എന്ന് മാത്രമല്ല, ആ കാശിൽ അല്ലാഹ് ബർക്കത്തും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ കടം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു പക്ഷേ യാത്രയിലാണെങ്കിലോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ എഴുതാൻ സാക്ഷി നിൽക്കാൻ ആളില്ലെങ്കിലോ, ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് എഴുതി വെക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. എഴുതി വെക്കണം. ഇനി ഒരാൾ അങ്ങുമിങ്ങും വിശ്വാസത്തോടു കൂടി എഴുതി വെക്കണ്ടാൻ തീരുമാനിച്ചാൽ തെറ്റുമില്ല, പക്ഷെ എഴുതി വെക്കലാണ് നല്ലത്, എഴുതി വെക്കലാണ് ഉത്തമം. ഒരാൾ മറ്റൊരാളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളിലേക്ക് പണയം വെക്കുകയാണെങ്കിൽ പണയം ഇസ്ലാം അനുവദിച്ചതാണ്. പണയം എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ യഹൂദിയുടെ കയ്യിൽ റസൂലുള്ളാഹിയുടെ പടവസ്ത്രമുണ്ടായിരുന്നു. എന്തിനു പകരം? 30 സാഅ് യഹൂദിയുടെ ഗോതമ്പത്തിന് പകരം. കെട്ടുകഥയൊന്നുമല്ല, ഒക്കെ സഹിഹ ഹദീസ് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. കാരണം നമ്മുടെ നേതാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി ആയതുകൊണ്ട് നബിക്ക് അനന്തരാവകാശം ഇവിടെ ഉണ്ടായിട്ടില്ല. നബിക്ക് എന്തില്ല? അനന്തരാവകാശമില്ല. മനസ്സിലായില്ലേ? നബിക്ക് അനന്തരാവകാശമില്ല. നബിയുടെ കൂടെയുള്ളതെല്ലാം മരണപ്പെടുന്നതിന് 10 ദിവസം, 5 ദിവസം, 4 ദിവസം, 3 ദിവസം, 2 ദിവസം മുമ്പായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? ധർമ്മം ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്തു. പിന്നെ അടിമകളെയെല്ലാം ഇത്ഖ് ചെയ്തു, മോചിപ്പിച്ചു. ആയിഷ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ, ചരിത്രത്തിൽ കാണാം, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തത് കൊണ്ട് അയൽവാസികളോട് എണ്ണ വായ്പ വാങ്ങിയിട്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രാത്രിയിൽ ഞാൻ വിളക്ക് കത്തിച്ചത്. എന്തുകൊണ്ട്? നബിമാർക്ക് ഇവിടെ അനന്തരാവകാശം അത് ഇൽമാണ്, അത് വിജ്ഞാനമാണ്, അത് ദീനാണ്, അത് മതമാണ്. നമ്മുടെ ദൂതരെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ്, സുന്നത്താണ് അവരുടെ അനന്തരാവകാശം. ആ അനന്തരാവകാശം ഏറ്റെടുക്കുന്നവരാണ് മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാരും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബിന് മസ്ജിദ് നബവിയുടെ അകത്ത് വെച്ചിട്ട് കുത്തേറ്റപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വസിയത്ത് പറയുന്നത് എന്താണ്? മകനോട്, മകനെ 80,000 എനിക്ക് കൊടുക്കാനുണ്ട്. 80,000 ദിർഹമോ ദീനാറോ അത് വ്യക്തമല്ല ഹദീസിൽ. എന്തിനു വേണ്ടിയാണ്? മുസ്ലിങ്ങളുടെ ഭരണകൂടം, ആ ഇസ്ലാമിക ഭരണകൂട ആവശ്യാർത്ഥം മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കടമാണ്. മൂപ്പർക്ക് പേലസ് ഇട്ടാൻ വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് നീതിമാനായ നേതാവ് വാങ്ങിയതായ കടം പറയുന്നു. ആദ്യമായിട്ട് അദവി കുടുംബത്തിൽ നിങ്ങൾ ഇതിനെ വിട്ടുകൊടുക്കുക. അദവി കുടുംബം മൂപ്പരുടെ കുടുംബമാണ്. അദവി കുടുംബക്കാർക്ക് വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ പുറത്തുള്ളവരോട് ആവശ്യപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റിട്ട് മസ്ജിദ് നബവിയിൽ വീണപ്പോൾ വസിയത്തായിട്ട് സംസാരിച്ചത്. അതെ, അപ്പോൾ ഇസ്ലാം അനുവദിച്ചതായ ശൈലിയാണ് കടം വീട്ടണമെന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടായിരിക്കണം. മരിക്കുന്ന വേളയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശം ഓഹരി വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് സമ്പത്തിൽ നിന്നിട്ട് കടങ്ങൾ വീടേണ്ടതാണ്. ഹജ്ജ് നിർബന്ധമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ ഹജ്ജും ചെയ്യേണ്ടതാണ്. ഹജ്ജ് ചെയ്യാനുള്ള കാശ് മാറ്റിവെക്കേണ്ടതാണ്. ഹജ്ജ് നിർബന്ധമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള കാശ് മാറ്റിവെക്കേണ്ടതും ആണ്. അതെ,
ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, സൂക്ഷിപ്പ് സ്വത്തായിട്ട് നിങ്ങളിലേക്ക് ആരെങ്കിലും വല്ലതും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശികളിലേക്ക് നിങ്ങൾ എന്ത് വേണം? അത് മടക്കി കൊടുക്കണം. അത് കടം പോലോത്ത മറ്റൊരു ശൈലിയാണ് അമാനത്തായി വെക്കുക എന്നുള്ളത്. എന്താണത്? പലിശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. കടം പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവില്ലാത്തവർക്ക് സാധിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, സൗദി അറേബ്യയിൽ ഇവിടെ മസ്ലഹത്തു ദഖൽ വ സക്കാത്ത് എന്ന പേരിലും ലമാനുൽ ഇജ്തിമാഇ എന്ന പേരിലും വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾ എന്ത് ചെയ്യുന്നു? കടമുള്ളവരുടെ കടമേറ്റെടുക്കുന്നു. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടവരുടെ സക്കാത്ത് ശേഖരിക്കുന്നു. ഈ ശേഖരിച്ച സക്കാത്തിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടം വീടാൻ ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പലിശയുടെ ആവശ്യമില്ലാതെ തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. പിന്നെയും പലിശയിലൂടെ ജീവിക്കണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ അവൻ നരകത്തിന് അർഹത ഉള്ള തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവൻ സമ്പത്ത് വികസിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയോ ചെയ്യുന്നതായ പരാക്രമമാണ് എന്ത്? പലിശ. അതെ, പലിശയിലൂടെ വരലെന്താണ്? ദ്രോഹിക്കലാണ്. കേൾക്കാൻ പോകുന്നത് പോലെ അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ദയവ് ചെയ്ത് എനിക്കൊരു 10,000 റുപ്പിക വേണം അല്ലെങ്കിൽ 5,000 റുപ്പിക വേണം എന്ന് ചോദിച്ചാൽ ഈ വ്യക്തി അതിന് കഴിവുള്ള ആളാണെങ്കിൽ അദ്ദേഹം സ്വീപ്പാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, അദ്ദേഹം ആവശ്യമുള്ള ആൾ എന്ന് തന്നെ നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് വേണം? അദ്ദേഹത്തിനെ പലിശ ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നതിന് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് വേണം? നാം അദ്ദേഹത്തിനെ കടം കൊടുത്ത് സഹായിക്കണം എന്നതാണ് കേട്ടത്. അപ്പോൾ പരലോകത്തിൽ ഒന്നാമത് അള്ളാഹിൻ്റെ വാക്കുണ്ടല്ലോ, താവനു അലൽ ബിർരി വത്തഖ്വ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ആയത്താണ് അല്ലേ? താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മ പരസ്പരം അങ്ങും ഇങ്ങും ചെയ്തുകൊണ്ട് നിങ്ങൾ സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കണം. തിന്മയിലല്ല നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത്. അശ്ലീല ഫിലിം എത്തിച്ചു കൊടുക്കാനോ, അശ്ലീല CD എത്തിച്ചു കൊടുക്കാനോ, അശ്ലീല ഫിലിം കാണാനോ, തോന്നിവാസങ്ങൾ ചെയ്യാനോ, ക്യാരം ബോർഡ് കളിക്കാനോ, കാശ് വെച്ചിട്ട് കളിക്കാനോ, വെക്കാതെ കളിക്കാനോ, ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ശൈലികൾ കൈക്കൊള്ളാനോ അല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായിട്ട് സഹായിക്കേണ്ടത്, റൂമിൽ പോകേണ്ടത്, സന്ദർശിക്കേണ്ടത്, സിയാർത്ത് ചെയ്യേണ്ടത് അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അള്ളാഹിൻ്റെ അടുക്കൽ അവന് പ്രതിഫലം ലഭിക്കണം എന്ന നിയ്യത്തോടു കൂടി ആ മുസ്ലിം സുഹൃത്തിനെ സ്നേഹിച്ചു എന്ന കാരണത്താൽ സന്ദർശിക്കാറുണ്ടോ? ആരെങ്കിലും ഒരാളെ സന്ദർശിക്കുന്ന കണ്ടാൽ അങ്ങനെയുള്ള സന്ദർശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലരും വീട്ടിലേക്ക് വന്നിട്ട് ബെല്ലടിച്ചാൽ എന്താടോ പ്രതിഷേധേ? എന്താ അങ്ങനെ ഒരു എൻ്റെ വീട്ടിലേക്ക് അയാൾ വെറുതെ വരുന്നത് എന്തിനാണ്? മൂപ്പർക്കും അങ്ങനെ രണ്ടുപേരും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അയാൾ പഠിച്ചു വെച്ചത് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നേടാനല്ലാതെ സന്ദർശനമില്ല. ഇയാൾ മനസ്സിലാക്കിയത് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നേടാനല്ലാതെ സന്ദർശനമില്ല. അതുകൊണ്ട് ഒരാൾ മറ്റാളെ സന്ദർശിക്കാൻ ചെന്നാൽ അത്ഭുതപ്പെട്ട് ചോദിക്കും എന്തിനാ വന്നതെന്ന്. അല്ലേ? അങ്ങനെയുള്ള യുഗമല്ലേ യുഗം അല്ലേ? അതല്ല അറബ് കൽപ്പിക്കുന്നത്, അതല്ല യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടത്, അതല്ല സഹാബാക്കൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വഴിയിൽ മലക്ക് അള്ളാഹു അയച്ചു എന്നാണ്. ആരെ? റസൂൽ പറയാണ്, പണ്ട് കാലഘട്ടത്തിൽ ഒരു മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇന്ന ആൾക്കലേക്ക്. നിങ്ങൾ എന്തിനാണ് അയാളത്തേക്ക് പോകുന്നത്? വല്ല ഭൗതിക നേട്ടമുണ്ടോ? ഒരു നേട്ടവുമില്ല. പിന്നെയോ, എൻ്റെ ഒരു മുസ്ലിം സുഹൃത്താണ്, ഞാൻ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആദർശം ഞാനും ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ അദ്ദേഹം അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും പോലെ ഞാനും അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അള്ളാഹ്ക്ക് മാത്രം അദ്ദേഹം ആരാധന സമർപ്പിക്കുന്നു, ഞാനും അത് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ചോരബന്ധത്തിനേക്കാളും ശക്തിയുള്ള ബന്ധം അവനോട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ സന്ദർശിക്കാൻ പോവുകയാണ് എന്ന്. അതുകൊണ്ട് അവൻ പോകുന്ന വഴിയിൽ അവന് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി മലക്കുകൾ ഇരുന്ന് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നേട്ടം നേടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കാറുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സഹകരണം അങ്ങും ഇങ്ങും ചെയ്യുന്ന വേളയിൽ നാം ഈ ആയത്ത് ഓർക്കണം. ഏത് രൂപത്തിലുള്ള സഹകരണങ്ങൾ ചെയ്യുമ്പോൾ ആ മുസ്ലിമിനെ പലിശ മേഖലയിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക.
ഇങ്ങനെയുള്ള ഒരു മുസ്ലിം സുഹൃത്ത് മറ്റൊരു മുസ്ലിം സുഹൃത്തിനോടുള്ളതായ സ്നേഹബന്ധം എന്നതുപോലും അറ്റുപോകുന്ന, അത് കട്ടായി പോകുന്ന, അത് ക്യാൻസലായി പോകുന്നതായ ബന്ധമാണ് പലിശയിലൂടെ ഉണ്ടാവൽ. നീ ഒരു പണക്കാരൻ, നിൻ്റെ കൂടെ $1 മില്യൺ ഉണ്ട്. നിൻ്റെ നാട്ടിൽ കഴിവില്ലാത്ത ഒരു 30-40 കുടുംബമുണ്ട്. പണ്ട് ജൂതന്മാർ മദീനയിൽ കാട്ടിയത് അങ്ങനെയാണ്. നീ പറയുന്നു വേണ്ടവരൊക്കെ കാശ് വാങ്ങിക്കോ, ഞാൻ തരാൻ തയ്യാറാണ്. ഇവിടെ രാജ്യാറ് പറഞ്ഞോല്ലോ അങ്ങനെ. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ. എന്താണ്, എൻ്റെ കൂടെ $1 മില്യൺ ഉണ്ട്, നിങ്ങൾ എന്നിട്ട് ആർക്ക് വേണമെങ്കിലും കടം വാങ്ങാം. അങ്ങനെ മൂപ്പര് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, 100 ആൾക്ക് $1 മില്യൺ ഓഹരി വെച്ച് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അവധി വെക്കുന്നു, 1 മാസം അല്ലെങ്കിൽ 5 മാസം അല്ലെങ്കിൽ 4 മാസം. അതിനിടയ്ക്ക് എന്ത് വേണം? പലിശ. അപ്പോൾ ഈ മനുഷ്യൻ ആരായി? അവൻ്റെ അടിമയായി. ഈ മനുഷ്യൻ ആരായി? അവൻ്റെ അടിമയായി. പിന്നെ ഈ മനുഷ്യനും ഈ 2 വ്യക്തികൾക്ക് അങ്ങും ഇങ്ങും എന്തായി? എപ്പോഴും കാണുമ്പോൾ അയാളെ കണ്ടുകൂടാ, അയാൾക്ക് ഇയാളെ കിട്ടണം, ഇയാൾക്ക് അയാളെ കണ്ടുകൂടാ, അയാൾക്ക് ഇയാളെ കാണണം. അങ്ങനെ വെറുപ്പും വൈരാഗ്യവും അങ്ങും ഇങ്ങും. ആ സുഹൃത്ത് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നതായ ആ സുഹൃത്ത് ബന്ധം നശിച്ചു. അതാണ് പലിശയിലൂടെ ഉണ്ടാകുന്നത്. പലിശയിലൂടെ ഒരാൾ മറ്റാളെ കീഴ്പ്പെടുത്തുക, മറ്റാളെ. അതാണ് ജൂതന്മാർ ഇവിടെ വന്ന ഉടനെ തന്നെ, അല്ലെങ്കിൽ ജൂതന്മാർ പഴയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് അറബികളെ അടിമകളാക്കി ആയിരുന്നു കണ്ടിരുന്നത്. എന്തുകൊണ്ട്? അറബികൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ സ്വഭാവം. സ്വർണത്തിൻ്റെ കാശ്, ലോക ബാങ്കുകൾ അവരുടെ കയ്യിൽ അല്ലേ, ലോക ബാങ്കുകൾ അവരുടെ കയ്യിൽ, സ്വർണത്തിൻ്റെ കാശ് അതിങ്ങനെ അറബികൾക്ക് ഓഹരി വെക്കുക പലിശയ്ക്ക്. അത് ജൂതന്മാർ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മദീനയിൽ കാട്ടിയതാണ്. അതുകൊണ്ടാണ് അവർക്ക് ആധിപത്യമുണ്ടാവാൻ കാരണം, അതുകൊണ്ടാണ് അവർ തലപൊക്കാൻ കാരണം ഇസ്ലാമിന് മുമ്പ് മദീനയിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ പറയാറുണ്ടായിരുന്നു അവരോട്, ഞങ്ങൾ ഒരു ദൂതൻ വരാൻ പോകുന്നുണ്ട്, ആ ദൂതൻ്റെ പിന്നിൽ, ആ റസൂലിൻ്റെ പിന്നിൽ ഞങ്ങൾ അങ്ങനെ നിരക്കും, എന്നിട്ട് നിങ്ങളെ ഞങ്ങൾ തമർത്തും, ഞങ്ങൾ ഈ നാട്ടിൽ ആധിപത്യം സൃഷ്ടിക്കുന്നവരായി മാറും എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ്റെ റസൂലിനെ, അവൻ്റെ ദൂതരെ, അള്ളാഹു ഇഷ്ടമുള്ള ആ റസൂലിനെ അള്ളാഹു യഅലമു ഹൈസു യജ്അലു റിസാലത, എവിടെയാണ് റിസാലത്ത് നൽകേണ്ടത് എന്ന് അള്ളാഹ്ക്കറിയാം. റബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ. റബ്ബ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നു, ഇഷ്ടമുള്ളത് സൃഷ്ടിക്കുന്നു. അതിൽ ചോദിക്കാനുള്ള അധികാരമോ അവകാശമോ ആർക്കുമില്ല എന്ന് പറഞ്ഞ റബ്ബ് സെലക്ട് ചെയ്തത് അറബിയിൽ നിന്നിട്ട്, ഖുറൈശയിൽ നിന്നിട്ട്, ഹാഷിം കുടുംബത്തിൽ നിന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമനെയായിരുന്നു. അവരുടെ വന്നതോടുകൂടി അവർ കൊണ്ടുവന്നതായ മതത്തിലുള്ള പ്രധാന തത്വമാണ് എന്ത്? ഏകോദര സഹോദരന്മാരായി ജീവിക്കണം. അറപ്പില്ല, വെറുപ്പില്ല. അപ്പോൾ പലിശ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അറുപ്പും വെറുപ്പും, വട്ടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അറുപ്പും വെറുപ്പും, ആ അടിമത്തം അല്ലെങ്കിൽ അടിമകളെപ്പോലെ മറ്റുള്ളവരെ കാണുന്ന പണക്കാർ, കഴിവുള്ളവർ, കാശുള്ളവർ മറ്റുള്ളവരെ അടിമകളെപ്പോലെ കാണുന്നതായ സമ്പ്രദായം ഇല്ലാതെയായി മാറുന്നു. റസൂൽ പറയുന്നു അറഫയിൽ വെച്ചിട്ട്, കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യതി തഹ്ത ഖദമയ്യ മൗദൂ' ഉരിബൽ ജാഹിലിയ്യതി മൗദൂ'. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ പലിശയെ ഞാനിതാ എൻ്റെ കാലിൻ്റെ താഴ്വരയിൽ ഒതുക്കി അമർത്തി. ഈ നല്ല രൂപം കൈകൊള്ളുമ്പോൾ എഴുതാൻ വരെ ആളില്ലെങ്കിൽ അള്ളാഹിൻ്റെ സഹായം കിട്ടിയതായ രംഗം അതിനിടയ്ക്ക് റസൂലുള്ളാഹി ഉണർത്തുന്നു. സഹീഹായ ഹദീസിൽ ക്ഷീണം മാറാൻ അല്ലേ? ഞാൻ പറഞ്ഞു, നിയമങ്ങളും വിധിവിലക്കുകളും പറയുമ്പോൾ ക്ഷീണം ഉണ്ടാവും. ബനൂ ഇസ്രായേലികളിൽ പെട്ടതായ ഒരു വ്യക്തി, നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കാം, വീണ്ടും കേട്ടോളീൻ. റസൂല് പറയുന്നു, ഒരു വ്യക്തിക്ക് കാശിൻ്റെ ആവശ്യമുണ്ടായി. അദ്ദേഹം മോമിനാണ്, മറ്റാളും മോമിനാണ്. അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു, ബനൂ ഇസ്രായേലികളോട്, എനിക്ക് 1000 ദീനാറിൻ്റെ ആവശ്യമുണ്ട്. റസൂല് പറയുന്നു, അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ തരാം, പക്ഷേ ആരാണ് കഫീല്, ആരാണ് ഷഹീദ്? അപ്പോൾ ഇദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവാണ് ഷഹീദ്, അള്ളാഹുവാണ് കഫീൽ. എൻ്റെ അടുക്കൽ സാക്ഷിയില്ല, ഞാൻ വിദേശിയാണ്, എൻ്റെ അടുക്കൽ ഇവിടെ സാക്ഷിയെ തരാനോ കഫീലിനെ തരാനോ ഇല്ല. നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ അള്ള കഫീലാണെങ്കിൽ, അള്ള ഷഹീദാണെങ്കിൽ എനിക്ക് അള്ള മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 1000 ദീനാർ കൊടുക്കുകയും ചെയ്തു. 1000 ദീനാർ കടം വാങ്ങിയതായ ആ സഹോദരൻ അവൻ്റെ നാട്ടിലേക്ക് കപ്പൽ കയറിയിട്ട് പോകുന്നു. അവരുടെ ഇടയിൽ എന്തുണ്ട്? കടലുണ്ട്.
ആ പറഞ്ഞ അവധിയായപ്പോൾ അദ്ദേഹം ആ കാശ് മടക്കി കൊടുക്കാൻ വേണ്ടി, കഫീൽ അള്ളയാണെന്ന് പറഞ്ഞതല്ലേ, ഷഹീദ് അള്ളയാണെന്ന് പറഞ്ഞ ആളല്ലേ, അപ്പോൾ ആ കാശ് അതേ സമയത്ത് മടക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കപ്പലന്വേഷിച്ച് കപ്പൽ കിട്ടാനില്ല, വഞ്ചി കിട്ടാനില്ല. വഞ്ചി എന്ന് പറഞ്ഞാൽ അറിയില്ലേ അല്ലേ? വഞ്ചി കിട്ടാനില്ല, കപ്പൽ കിട്ടാനില്ല. അവസാനം അദ്ദേഹം കടൽ തീരത്ത് അള്ളാനെ മുമ്പിൽ വെച്ചിട്ട്, അള്ളാനെ സാക്ഷിയാക്കിയിട്ട്, അള്ളാനെ മുമ്പിൽ വെച്ചിട്ട്, അള്ളാനെ കഫീലാക്കിയിട്ട്, ഞാൻ വാങ്ങിയ കാശല്ലേ ഇത്, കൃത്യസമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ എന്നിലുള്ള വിശ്വാസം അദ്ദേഹത്തിൽ നിന്നിട്ട് തകർന്നു പോകൂലേ എന്നൊക്കെ. അതാണ് ഒരു മുസ്ലിമിന് ബേജാറുണ്ടാവണം. കടം വാങ്ങിക്കഴിഞ്ഞാൽ സമയത്ത് കൊടുക്കണമെന്ന നിർബന്ധമുണ്ടാവണം. കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കൊടുക്കണമെന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടാവണം. ഒരു മുസ്ലിം ഈമാനുണ്ടെങ്കിൽ, അള്ളാനെ പേടിയുണ്ടെങ്കിൽ, ഈ ഭയപ്പെട്ടുകൊണ്ട്, ഈ ഭയത്തോടു കൂടി അദ്ദേഹം കടൽ തീരത്ത് നിൽക്കുമ്പോൾ, കടൽക്കരയിൽ നിൽക്കുമ്പോൾ കപ്പലിൽ കയറണം. അയാളെന്ത് തീരുമാനിച്ചു? അയാൾക്കൊരു ഹതബ് കിട്ടി. ഹതബ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഒരു മരക്കഷ്ണം കിട്ടി. ഈ മരക്കഷ്ണം ഏതായാലും വീട്ടിലേക്ക് പോവല്ലേ, ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ എടുത്ത് കൊണ്ടുപോയി. അയാൾ ഒരു മരക്കഷ്ണം എടുത്ത്, എന്നിട്ട് ആ മരക്കഷ്ണത്തിൻ്റെ അകത്തേക്ക് എന്തു ചെയ്തു? തുളച്ചിട്ട് അതിൻ്റെ അകത്ത് 1000 ദീനാർ കയറ്റിയിട്ട് കടലിലേക്ക് എറിഞ്ഞു. റബ്ബേ, ഞാൻ ഇന്ന സുഹൃത്തോട് കടം വാങ്ങിയപ്പോൾ നിന്നെ സാക്ഷിയാക്കിയിട്ട്, നിന്നെ കഫീലാക്കിയിട്ടാണ് ഞാൻ കടം വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കപ്പൽ കിട്ടാനില്ല അദ്ദേഹത്തിനെ കാണാൻ, അതുകൊണ്ട് ഈ കാശ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം എന്ന ആ കരുത്തോടു കൂടി അതിൻ്റെ അകത്ത് നിറച്ചിട്ട് റസൂല് പറയുന്നു, ആ നിറച്ച സാധനത്തെ ബന്ദ് ചെയ്തു, എന്നിട്ട് കടലിലേക്ക് അദ്ദേഹം എറിഞ്ഞു. മറ്റാൾ കപ്പലിനെ കാത്തിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് കാശ് കൊണ്ടുപോയല്ലോ, അയാൾ പറഞ്ഞ അവധിയായല്ലോ, അയാളെ നാട് ഈ ഭാഗമാണല്ലോ, ഇവിടുന്നാണല്ലോ അദ്ദേഹം കയറി വരിക, അയാൾ ഇവിടെ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം നിറച്ചു കൊടുത്ത ആ മരക്കഷ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അള്ളാഹ് എത്തിച്ചു കൊടുക്കുന്നു. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മരക്കഷ്ണവുമായിട്ട് പോകുന്നത് വീട്ടിൽ ഭാര്യയ്ക്ക് കത്തിക്കാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിലേക്ക് എത്തി പൊളിച്ചു നോക്കിയപ്പോൾ ഒരു എഴുത്തുണ്ട്. എഴുത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ കപ്പൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അള്ളാനെ സാക്ഷിയാക്കിയത് കൊണ്ട് ഞാൻ ഈ സാധനത്തെ നിങ്ങളിലേക്ക് ഈ മരക്കഷ്ണത്തിലൂടെ അയക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നാണ് എനിക്ക് ബോധ്യമുള്ളത് എന്ന് അദ്ദേഹം എഴുതി അയച്ചു. ആ എഴുത്ത് അദ്ദേഹത്തിന് കിട്ടി. 1000 ദീനാറും കിട്ടി. ആര് കൊടുത്തു? ആരെത്തിച്ചു കൊടുത്തു? കെട്ടുകഥയല്ല, സഹിയ ഹദീസിലാണ്. അള്ളാഹു എത്തിച്ചു കൊടുത്തു. കാരണം അള്ളാഹിനെ ഏൽപ്പിച്ചതുകൊണ്ട്. അപ്പോൾ കടം വാങ്ങുക, കൊടുക്കുക എന്നതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അവധി ആകുമ്പോൾ തന്നെ കൊടുക്കുക എന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ അള്ളാഹിനെ ഈമാനോടും കൂടി വിശ്വാസത്തോടു കൂടി വക്കീലാക്കി ഷഹീദാക്കിയപ്പോൾ അള്ളാഹ് ഏറ്റെടുത്തു എന്നതാണ് നാം കണ്ടത്. അദ്ദേഹം കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക്, അഥവാ ഈ കാശ് അയച്ച മനുഷ്യൻ, കാശ് വാങ്ങിയ മനുഷ്യൻ്റെ അടുക്കിലേക്ക്, കൊടുത്ത മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 1000 ദീനാറുണ്ട്, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നോക്കൂ, അഥവാ കാശ് മൂപ്പർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെയും കിട്ടിയ ചാൻസ് അല്ലേ, അങ്ങനെയുള്ള കാശൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എന്ത് പോയർത്തക്കാരനാണ് നീ മരക്കഷ്ണത്തിൽ കയറ്റി വിടല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും 2ാമത്തെ 1000 വാങ്ങാമായിരുന്നു. അത് ചെയ്തില്ല. അദ്ദേഹം അള്ളാഹു വിശ്വാസമുള്ള ആളാണ്, അള്ളാഹിനെ ഭയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അയച്ചതായ ഹതബ് അത് ഇതവിടെ എത്തിയിരിക്കുകയാണ്, എഴുത്തും എത്തിയിരിക്കുകയാണ്, കാശ് അള്ളാഹ് എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഈ 1000 എനിക്ക് ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കടം കൊടുത്ത് സഹായിച്ച ആളെയും കടം വാങ്ങിയപ്പോൾ വിശ്വാസയോഗ്യവാനായതുകൊണ്ടും 2 പേർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് നൽകി. അതാണ് അള്ളാഹുവിൻ്റെ ആദരണീയത. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക്, അള്ളാഹ് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഷിട്ടികൾ നിന്നിട്ട് അള്ളാഹിലേക്ക് അടുത്തവർക്ക് ചെയ്യുന്ന ഭാഗമാണ്. അതെ, അപ്പോൾ നാം പറഞ്ഞു വരുന്നതായ പലിശയിൽ നിന്നിട്ട് മോചിക്കാനുള്ള മാർഗമാണ് സഹായിക്കുക ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ എന്തിലൂടെ? കടത്തിലൂടെ സഹായിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ കാശ് ബാങ്കിൽ വെക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കാശ് നാം വാങ്ങി വെക്കുക. വേറെ രൂപങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. നാം വാങ്ങി വെക്കുമ്പോൾ ഒദിയത്തായിട്ട് വാങ്ങുകയാണെങ്കിൽ, ഒദിയത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നാം എന്തില്ല നമ്മളിട്ട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ വീഴ്ചയോട് കൂടിയല്ല നഷ്ടപ്പെട്ടതെങ്കിൽ നാം എന്തല്ല,
ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അയാളോട് ചോദിക്കാൻ പാടില്ല എവിടെയോടെ എൻ്റെ കാശ് എന്ന്. കാരണം അവൻ കരുതിക്കൂട്ടി നശിപ്പിച്ചതല്ല എന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? സഹോദരിമാരെ, അതെ, ഈ അള്ളാഹു ഇത്രയും കർശന ഭാഷയിൽ വിരോധിച്ച നിഷേധിച്ച പലിശ എന്ന സാധനം ഇന്ന് അടുത്ത ഏതോ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ലാ മുഹാല അറിഞ്ഞിട്ടോ അറിയാതെയോ അവൻ്റെ പള്ളയിലേക്ക് പലിശ കയറുന്ന കാലഘട്ടം വരാൻ പോകുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ അറിഞ്ഞാലും അറിയാതെയും അങ്ങനെയുള്ള യുഗമാണ്. കാരണം ഞാൻ പലിശ വാങ്ങുന്നില്ലെങ്കിൽ മറ്റാൾ വാങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാൾ വാങ്ങുന്നുണ്ടായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ മറ്റാൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും രൂപത്തിൽ പലിശയുമായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ, ഉച്ചക്കുള്ള ക്ലാസ്സിൽ ഈ ഹദീസിൻ്റെ തുടക്കം പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഈ ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞ ഭാഗം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? വ്യഭിചാരം മനുഷ്യൻ അറിഞ്ഞിട്ടോ അറിയാതെയോ വ്യഭിചാരത്തിലൊരു ശതമാനം അവനിലുണ്ടാകും. വ്യഭിചാരം അറിയില്ല, സീന. എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞു? അൽ ഐനു തസ്നി, കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹ, അതിൻ്റെ വ്യഭിചാരം അന്നദർ, നോട്ടമാണ്. അശ്ലീല ഫിലിം നോക്കുക, അന്യ സ്ത്രീകളെ വികാര നോട്ടത്തോടു കൂടി നോക്കുക, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ തന്നെ വല്യദു തസ്നി, കൈ എന്ത് ചെയ്യുന്നുണ്ട്? വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹ, കൈയിൻ്റെ വ്യഭിചാരം അൽ ബത്ഷ്, കൈ കൊണ്ട് അന്യ സ്ത്രീകളെ സ്പർശിക്കലാണ്. ഒരു റിജ്ലു തസ്നി, കാല് വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹ അൽ മഷി, അതുകൊണ്ട് നടക്കലാണ് ഹറാമിലേക്ക്. റസൂൽ അവസാനം പറയുന്നു, എല്ലാ അവയവങ്ങൾക്കും കാതിനുണ്ട്, കണ്ണിനുണ്ട്, എല്ലാറ്റിനുമുണ്ട് എന്നതുപോലെ തന്നെ വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു, ഹൃദയത്തിൽ കറങ്ങി വന്ന വികാരവും കാത് കേട്ടുണ്ടായതായ വികാരത്തിൻ്റെ റിസൾട്ടും കണ്ണിലൂടെ ഉണ്ടായ വികാരത്തിൻ്റെ നോട്ടത്തിൻ്റെ റിസൾട്ടും അവസാനം എവിടേക്ക് എത്തുന്നു? ഫർജിലേക്ക് എത്തുന്നു, ഗുഹ്യസ്ഥാനത്തിലേക്ക് എത്തുന്നു. ഒന്നിരിക്കലോ ഫർജ് വ്യഭിചരിക്കും, അല്ലെങ്കിൽ വ്യഭിചരിക്കാതിരിക്കും. അപ്പോൾ ഫർജ് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനം വ്യഭിചരിച്ചാലേ വ്യഭിചാരമാകുമെന്നില്ല. പിന്നെയോ മറ്റു രൂപത്തിലെല്ലാം വ്യഭിചാരത്തിൻ്റെ ഒരു അവകാശം മനസ്സിലുണ്ടാകുന്നു. പക്ഷേ ഗുഹ്യസ്ഥാനത്തോടു കൂടിയുള്ള വ്യഭിചാരമാകുമ്പോൾ അത് വന്തോഷമായി മാറുന്നു. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കർശനമായി എതിർത്ത ഭാഗമാണ് വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫഹിശതൻ വസാഅ സബീല എന്നതുകൊണ്ട്. മറ്റു നോട്ടങ്ങളെല്ലാം ചെറുദോഷങ്ങളാണ്. അത് പശ്ചാത്താപത്തിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, വുദൂയിലൂടെ എല്ലാം ശുദ്ധീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിചാരിതമായി നാം അന്യപുരുഷൻ അന്യ സ്ത്രീയെ അങ്ങുമിങ്ങും നോക്കി പോകുമ്പോൾ ഉണ്ടാവുന്നതായ തെറ്റുകളെ കരുതി കൂട്ടി ഒന്നാമത്തെ നോട്ടമല്ല, രണ്ടാമത്തെ നോട്ടം, മൂന്നാമത്തെ നോട്ടം നോക്കുമ്പോഴാണ് പിന്നെ അത് അപകടത്തിലേക്ക് എത്തുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അലി പറയാറുണ്ട് റളിയല്ലാഹു തആല അൻഹു, ഇന്നലക്കൽ ഊലാ വലൈസത ലക താനിയ, നിനക്ക് ആദ്യത്തെ അവിചാരിതമായി നീ കരുതി കൂട്ടിയിട്ടല്ലാതെ നോക്കുന്ന ആദ്യത്തെ നോട്ടം ഉണ്ടല്ലോ, അതേ നിനക്ക് അനുവദനീയമുള്ളൂ. രണ്ടാമത് പിന്നെ തുറിച്ചു നോക്കുന്ന നോട്ടം ഉണ്ടല്ലോ, അത് നിനക്ക് പാടില്ല. രണ്ടാമത് കരുതിക്കൂട്ടി തുറിച്ചു നോക്കുന്ന നോട്ടമുണ്ടല്ലോ, അന്യപ്പെണ്ണിനെ അല്ലെങ്കിൽ അന്യപുരുഷനെ, അത് പാടുള്ളതല്ല. ഈ ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. ഏത്? ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടോ അറിയാതെയോ ചെല്ലാൻ സാധ്യതയുള്ള തെറ്റുകളിൽ പെട്ടതാണെന്ന് കഴിഞ്ഞ ഉച്ചക്ക് നടന്ന ക്ലാസ്സിൽ പള്ളിയിൽ, അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ? അതെ. രണ്ടാമത്തതാണ് ഹദീസിലുള്ളത്. എന്ത്? അറിയാതെയോ അറിഞ്ഞിട്ടോ ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പള്ളിയിലേക്ക് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. എന്ത്? പലിശ. അതാണ് ഇന്നത്തെ യുഗം. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ അമുസ്ലിം പള്ളി കെട്ടി അതിൽ നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് കാരണം പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ കാശ് ഹറാമല്ലേ. അപ്പോൾ ഈ മുസ്ലിം കെട്ടിയ കാശോ അത് ഹറാമല്ലേ? മുസ്ലിമിൻ്റെ കാശ് കരുതിക്കൂട്ടി അള്ളാഹിനോട് മല്ലിട്ട് മത്സരിച്ച് പലിശയിലൂടെ